വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. പൂവിളി പൊൻവിളി നീയത് കേട്ടോ, പൂത്തു നിൽക്കുന്നൊരു പുന്നാരപ്പൂവേ. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. അത്തം പിറന്ന് 10-ാം ദിനമോണം, അന്നല്ലോ നമ്മുടെ നെഞ്ചിൽ പൊന്നോണം. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. വാ പൂവേ വാ പൂവേ ഊഞ്ഞാലിലാടാൻ വന്നിരുന്നാടടി പൊന്നോണപ്പൂവേ. വാ പൂവേ വാ പൂവേ വാ തുമ്പപ്പൂവേ, വന്നേ പോയി ഓണം പൊന്നോണം. നമ്മൾ ഈ കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് അവരുടെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ. സാധാരണ ഒരു തൊഴിൽ പോലെയല്ല കൃഷിയെ കാണേണ്ടത്. കാരണം രാത്രിയും പകലുമില്ലാതെ കൊയ്ത്തും മെതിയും അതുപോലെ വിള ഒരുക്കുന്ന സമയം മുതൽ വിളവെടുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അവർ ഒരുമിച്ചാണ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ഓണാഘോഷത്തിൽ അവർ പൂക്കളം ഇടുന്നത് മുതൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും കണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം അവരുടെ ഒരു ഐക്യവും അവരുടെ ഒരു ഒത്തൊരുമയും തന്നെയാണ് ഈ ആഘോഷങ്ങളെ എല്ലാം വളരെ നിറമുള്ളതാക്കി മാറ്റുന്നത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഈ ഓണം ജോറാക്കും. പച്ചടി വേണം കിച്ചടി വേണം ഉള്ളൊരു പന്തിയിലാവോണം. ഇങ്ങാട്ട് നോക്കടി പെണ്ണെ മാവേലി പൂക്കളം കണ്ട, അയ്യയ്യോ ദാരുടെ വേല, നാമെല്ലാം ഒത്തൊരു വേല. ഇത് നാടൻ തിരുവോണം, തലമുറയുടെ വിളയാട്ടം. തടയല്ലേ തടി കേടാവും മതയിളകണ പമ്പം പാറ. മനസ്സൊന്നാകണം പൊന്നോണക്കാലം പുതുപുഞ്ചിരിയോടെ. മനസ്സൊന്നാകണം പൊന്നോണക്കാലം പുതുപുഞ്ചിരിയോടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാമ്പാക്കുടയിലാണ്. പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ ആഗ്രോ സർവീസ് സെൻ്റർ ഉണ്ട്. അവരുടെ കീഴിൽ 14 വനിതകളും 4 പുരുഷന്മാരും അടങ്ങുന്ന കർഷക കൂട്ടായ്മയുണ്ട്. അവർ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും ചെയ്യും. അവരുടെ ഒരു കൂട്ടായ്മയും ഒത്തൊരുമയും, ആ ഒത്തൊരുമയിലുള്ള അവരുടെ ഓണാഘോഷങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത്. പത്ത് വർഷത്തിലേറെയായിട്ട് ഇവരിങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും ആയിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കൂടിയാണ്. അപ്പോൾ എനിക്ക് കാർഷിക മേഖലയിൽ ജോലി ചെയ്ത ഗ്രാസ് റൂട്ട് ലെവലിൽ ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അതും കൂടെ വെച്ചതിനകത്ത് ഞങ്ങൾ ഇവരെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് പോകുന്നു. കാർഷിക മേഖലയിൽ ഞങ്ങൾ സജീവമായി ജില്ലയ്ക്കകത്തും പുറത്തുമായി 100 കണക്കിന് തരിശ് നെൽപ്പാടങ്ങൾ ഞങ്ങൾ നെൽകൃഷി ചെയ്തു. അന്നം കൊടുക്കുന്ന ഒരു വിഭാഗമായി ഞങ്ങൾ മാറിക്കഴിഞ്ഞു. കാരണം അനേകർക്ക് അന്നം കൂട്ടാൻ ഞങ്ങൾ മുഖാനെ സാധിക്കുന്നു എന്നുള്ള ഏറ്റവും അഭിമാനകരമായ വസ്തുത. എല്ലാ വർഷവും ഞങ്ങൾ ഓണത്തിന് ബോണസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി കൃഷിയാണ് ഞങ്ങൾ ഓണസദ്യക്ക് ഒരുക്കുന്നത്. ഇന്ന് വെളുപ്പിന് 4 മണി മുതൽ സഹോദരന്മാരും പച്ചക്കറി ഒരുക്കി തുടങ്ങിയതാണ്. അങ്ങനെ ആ ഓണസദ്യ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പുറം കാഴ്ചകളേക്കാളൊക്കെ തന്നെ ഈ കൃഷിക്കാരുടെ, കർഷകരുടെ, ഗ്രാമീണരുടെ ഓണത്തിന് തന്നെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനിയും അറിയേണ്ടത്. മൺമറഞ്ഞു പോയ, അല്ലെങ്കിൽ നമ്മൾ ഈ കാലഹരണപ്പെട്ടു എന്ന് പറയുന്ന ഓണം അത് പോയിട്ടില്ല. അത് ഇവിടെയുണ്ട്. നമുക്ക് കാണാം ഇവരുടെ വിശേഷങ്ങൾ.
രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ പൊന്നുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടികടക്കാൻ മോഹമുദിച്ചല്ലോ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളു ശ്രീരാമ പരമരുളു ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. എന്തൊക്കെ പച്ചക്കറിയാണ് നിങ്ങൾ കൃഷി ചെയ്യുക? മുളക് ചേർന്നുണ്ട്, പിന്നെ വഴുതന, പടവലം, പാവല്, വെണ്ട, ചീര, അങ്ങനെ മിക്ക കൃഷികളും ചെയ്യുന്നുണ്ട്. എള്ള് കൃഷി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പ്രധാനമായിട്ടും അത് ഇടവേളയായിട്ട് അല്ല, ഒരു മുണ്ടകൻ കൃഷി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തരിശായി കിടക്കുന്ന ആ സമയത്ത് ഞങ്ങൾ ഈ പ്രാവശ്യം ഒരുപാട് എള്ള് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാടത്ത്. ഇപ്പോൾ അത് അന്യം വന്ന് പോകുന്നൊരു സംഭവമാണ് എള്ള് കൃഷി. ഈ പ്രാവശ്യം 3 ഏക്കർ ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു. ഏകദേശം 425 കിലോ എള്ള് കിട്ടി. എള്ളൊക്കെ ശരിക്കും പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലായിടത്തൊന്നും കാണാറില്ല അല്ലേ? കാണാറില്ല, റെയറായിട്ട് ഇപ്പോൾ കൃഷി. നമ്മളിപ്പോൾ ഈ ഒരു ഓണത്തിന് തന്നെ കണ്ടില്ലേ, എല്ലാവരും പാട്ട് പാടണമെങ്കിൽ പാട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ രീതി? ഞങ്ങൾ അങ്ങനെയാണ്. പാടത്തൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ പണികളൊക്കെ ചെയ്യണത് അങ്ങനെയാണ്. ശരിക്കും നമ്മളൊരു കുടുംബം പോലെ എന്ന് പറയാം അല്ലേ? ഞങ്ങൾ 19 പേരുണ്ട്. 19 പേരും ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ കഴിയുന്നത്. വീട്ടിലെ കഴിഞ്ഞും ഒത്തൊരുമയോടെ കഴിയണത് ഇവിടെ വന്നാണ്. ഒത്തിരി നേട്ടങ്ങളുണ്ട്. ഞങ്ങൾ ജീവിച്ചു പോണത് ഇതുകൊണ്ട് ഈ അഗ്രോ സർവീസ് സെൻ്ററിൽ വന്നേ പിന്നെയാണ് കൂടുതലും വരുമാനം നമുക്കുണ്ടായത്. അവാർഡുകളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട് അല്ലേ? അവാർഡുകളുണ്ട്. ഈ പ്രാവശ്യം എന്തെങ്കിലും എന്തോ കിട്ടിയില്ല? ഈ പ്രാവശ്യം സംസ്ഥാന കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് നമുക്ക് ലഭിച്ചേക്കുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെങ്ങി കയറുന്ന ആളാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പം തെങ്ങി കയറി തേങ്ങയിടും, പിന്നെ അതിൻ്റെ എല്ലാ ഇതും ചെയ്യും, മരുന്നിടും. അപ്പം അതൊക്കെ. പിന്നെ ട്രാക്ടർ ഓടിക്കുന്ന ആളുണ്ട്. പിന്നെ ആ ആൾക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ശ്രമശക്തി അവാർഡ് കിട്ടിയതാണ് സംസ്ഥാനത്തിൻ്റെ. കൃഷിയുടെ എല്ലാ മേഖലയിലും യന്ത്രവൽക്കരണമാണ്. ഈ വലിയ ട്രാക്ടറിനോട് പിടിപ്പിച്ചിട്ടുള്ള ഒരു ബെയിലറാണ്. ബെയിലർ എന്ന് പറഞ്ഞാൽ ഈ വൈക്കോൽ ഇങ്ങനെ റോൾ ചെയ്ത്, പണ്ടൊക്കെ നമ്മൾ വൈക്കോൽ ഓരോ കെട്ടുകളാക്കി കൊണ്ടുപോകണമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, വൈക്കോൽ ഇങ്ങനെ റോൾ ചെയ്ത് വരും. ഇത് ഓടിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ ഈ കൃഷിയുടെ എല്ലാ മേഖലയിലും സ്ത്രീകളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാം. പിന്നെ ഇവിടെയുള്ള കാർഷിക യന്ത്രങ്ങളെല്ലാം തന്നെ കമ്പൈൻ ഹാർവെസ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ കാർഷിക യന്ത്രങ്ങളും ഉപയോഗിക്കും. ഇതാണ് 55 HP ട്രാക്ടറാണ്. അതും കൊണ്ട് വൈക്കോല് കെട്ടാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ 35 HP ചെറിയ മിനി ട്രാക്ടറുണ്ട്. അതേപോലെ നടിയിൽ മെഷീനുണ്ട്. അതെല്ലാം കൈകാര്യം ചെയ്യും. പുല്ല് വെട്ടുന്ന യന്ത്രമുണ്ട്. അതെല്ലാം ഇവിടെയുള്ള എല്ലാം തന്നെ ഉപയോഗിക്കും. തെങ്ങ് കയറുന്ന മെഷീനുണ്ട്. ഇവിടെ വരുന്നതിന് മുൻപ് ഇങ്ങനെ വണ്ടികൾ ഓടിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ, അതോ ഇവിടെ വന്നേ പറ്റിയാണോ? കാർഷിക മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായിരുന്ന സമയത്ത് ഒത്തിരി തരിശായിട്ട് ഭൂമികൾ കിടന്നപ്പം കാർഷിക യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരെ കുറവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ARS മണ്ണൂത്തിലെ ജയകുമാർ സാർ, ഇപ്പോഴും നോഡൽ ഓഫീസറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കൊണ്ടുവന്നാണ് അഗ്രോ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും ഓരോന്ന് വെച്ച് മോഡൽ അഗ്രോ സർവീസ് സെൻറ്റർ. അതിപ്പോൾ 10 വർഷം മുമ്പ് ആരംഭിച്ചാണ്. അന്നേരം കുറച്ച് യുവാക്കൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ആണ് ഇത് പ്രാവർത്തികമാക്കിയത്. അപ്പോൾ അതിലൊരാളായിരുന്നു ഞാൻ. 2022 ഏറ്റവും മികച്ച കർഷക തൊഴിലാളിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ശ്രമശക്തി എന്ന് പറഞ്ഞ പുരസ്കാരം എനിക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം കൈരളി ടിവിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ശ്രീ ഭരത് മമ്മൂട്ടി സാറ്
ഒരു കതിർ അവാർഡ് നൽകുകയുണ്ടായി. അത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. നിങ്ങൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്? ഞങ്ങൾ നമ്മുടെ കേരള സർക്കാർ വിഭാവന ചെയ്ത നമ്മുടെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിക്കപ്പ് വാനയിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കൈവിറ്റ് ഇട്ടിട്ടുണ്ട് 2-3 ദിവസമായിട്ട്. അപ്പം നമ്മുടെ വിപണി എങ്ങനെയാണ്? വിപണി പരിപാടികൾ എങ്ങനെയാണ്? ആർക്കാണ് ഇത് വിൽക്കുന്നത്? എവിടെയാണ്? ഞങ്ങൾ അവിടെ ബ്ലോക്ക് വരുന്നവർക്ക് കൊടുക്കും. പിന്നെ ഞങ്ങൾ ആവശ്യക്കാരെ ഞങ്ങൾ എടുക്കും. ജൈവമായതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട്, സഹകരണത്തിൽ പോകുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാർഷിക ഒരു കൂട്ടായ്മ. മണ്ണിനെ സ്നേഹിക്കുന്ന മക്കളാണ്, മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്ന മക്കളാണ് ഇവർ. അതുപോലെ സ്നേഹിച്ച് അവരുടെ കുടുംബജീവിതത്തെ പുലർത്താനും ഒപ്പം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. നമ്മൾ എല്ലാവരും അവരെ അറിഞ്ഞ് ഒരാളുടെ കുറവുകളെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാൻ ഇവർക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. ട്രാക്ടർ, ടില്ലർ, നടിയൽ മെഷീൻ, കൊയ്ത്തുവണ്ടി, റീപ്പർ, മറ്റേ മരുന്നടിക്കണം മോട്ടർ, ഇതെല്ലാമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പരിശീലനം തന്നത് ആരാ? മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ 2 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ വർഷത്തിൽ ഒരു 20 ദിവസം വെച്ച് ഞങ്ങളുടെ ഗ്രീൻ ആർമിയിലും ഉണ്ടായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ തൊഴിലില്ലാതെ വരുന്നില്ല. എനിക്ക് തൊഴിലില്ലാതെ വരുന്നില്ല. കാരണം ഞാൻ ട്രാക്ടർ അല്ലെങ്കിൽ ടില്ലറാണെങ്കിൽ അല്ലെങ്കിൽ നടിയൽ മെഷീൻ ആണെങ്കിലും അതുപോലെ തന്നെ തെങ്ങ് കയറുന്ന മെഷീനാണെങ്കിലും ഏതാണെങ്കിലും ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടി കാർഷിക മേഖലയിൽ എന്തെല്ലാം പദ്ധതികൾ വയ്ക്കുന്നുണ്ടോ ആ പദ്ധതികൾക്കൊക്കെ ശരിക്കും താങ്ങാവുന്ന ഈ മേഖലയാണ്. അതായത് പച്ചക്കറി തൈകൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തിനും ഔട്ട്ലെറ്റായിട്ട് കൊടുക്കുക. പിന്നെ അവർ റൂട്ട് സെയിലായിട്ട് നടത്തുന്നുണ്ട്. വണ്ടികളിൽ കൂടി നമ്മൾ പച്ചക്കറി തൈകൾ പോയിട്ട് ഓരോ ജംഗ്ഷനിലും 2-3 മണിക്കൂറുകൾ ഇവർ നിന്ന് ആവശ്യമുള്ള ആളുകൾക്ക് മിതമായ നിരക്കിൽ എല്ലാത്തരം പച്ചക്കറി തൈകളും നൽകി പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഈ പഞ്ചായത്തുകളെ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളെ സ്വയം പര്യാപ്തത്തിൽ എത്താൻ വേണ്ടിയിട്ട് നല്ല ഒരു പദ്ധതി തയ്യാറാക്കി മറ്റാർക്കും മാതൃകാപരമായി എടുക്കത്തക്ക രീതിയിലുള്ളവർ പ്രവർത്തനം കൊണ്ടുപോകുന്നത് ഞങ്ങൾ പ്രയോജനിക്കുന്നു. ഇത് ശരിക്കും നല്ലൊരു മെസ്സേജായി സമൂഹത്തിന്. എല്ലാവർക്കും കഴിവുകളുണ്ട്. ആ കഴിവുകൾ അതാത് മേഖലയിൽ എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കുന്ന ട്രെയിനറാണ്. ആ ട്രെയിനർ, അതായത് ഈ ട്രെയിനർ കൊടുത്ത ഏത് മേഖലയിലായാലും ശരി, ആ ട്രെയിൻ കൊടുത്ത് നല്ലൊരു എഫേർട്ട് ഇതിൻ്റെ പിന്നിൽ മാറ്റിച്ചേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ കഴിക്കുന്ന ആഹാരം നാം സ്വയം ഉൽപ്പാദിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, തലമുറയ്ക്കൊക്കെ ഉണ്ടല്ലോ ഒരു അസുഖത്തിന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ വേറൊരുണ്ട്, ഈ ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ എൻ്റെ കൂടെ അധ്വാനത്തിൻ്റെ ഫലമുണ്ടെന്നൊരു സ്വയം ഒരു ആത്മവിശ്വാസം, അതൊക്കെ ശരിക്കും ഇവർ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ്. ആ രീതി തികച്ചും ഞങ്ങൾ അഭിമാനമായി യൂണിറ്റിന്. പൂവിളിയും ഓണപ്പാട്ടും കൊയ്ത്തുപാട്ടും ഞാറ്റുപാട്ടും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ കേരളം അത് ഓർമ്മകൾ മാത്രമാണെന്ന് ചിലരൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതൊന്നും ഓർമ്മകൾ മാത്രമല്ല, ഇപ്പോഴും ഇതൊക്കെ അതേ രീതിയിൽ തന്നെ മനോഹരമായി കൊണ്ടാടുന്ന ഒരു കൂട്ടർ ഇവിടെയുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കർഷക കൂട്ടായ്മകളിൽ ആ പഴമയുടെ ഒരു സുഗന്ധം അതിങ്ങനെ പരക്കുന്നത് നമുക്ക് കാണാം. അവരെന്ത് മനോഹരമായിട്ടാണ് പാട്ടുപാടിയും ചുവട് വച്ചുമൊക്കെ കൃഷി ചെയ്യുന്നത്. അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ. ചന്ദിര വെട്ടവും പോലൊരു വേലവിളക്കേ, ഏഴമ്മൻ കാവിനകത്തൊരടി പിടിയാണ്. എന്തമ്മോ ചേലമ്മോ ഒരു വേലവിളക്കേ, ഏഴാന പെരിയാനാപുറത്തെഴങ്കമാണ്. അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ. ചന്ദിര വെട്ടം പോലൊരു വേലവിളക്കേ, ഏഴമ്മൻ കാവിനകത്തൊരടി പിടിയാണ്. എന്തമ്മോ ചേലമ്മോ ഒരു വേലവിളക്കേ, ഏഴാന പെരിയാനാപുറത്തെഴങ്കമാണ്. അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ, അത്തിന്തോ തിന്താരോ തക തിന്തിമിതാരോ. ദിക്കൊളി ദിക്കു തിളയണ മാളവരാണേ, ചെല്ലും ചേലങ്കേം കെട്ടിയ വേലവിളക്കേ, ചെല്ലും ചേലങ്കേം കെട്ടിയ വേലവിളക്കേ, തുള്ളിലീളമഴ വെട്ടി വെളിയണമാണോ.
അത്തിന്തോ തിന്താരോ തക തിന്തിമിത്താരോ 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 തിന്തിമിത്താരോ